ശ്രീ പ്രശാന്ത്, ഈ ട്രംപ് അങ്ങ് ബംഗ്ലാദേശിലും കൂടി കയ്യേറാൻ തുടങ്ങിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, യൂനസിൻ്റെ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് തന്നെ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ യൂനസിൻ്റെ ഭാവി തുലാസിലാണ്. സാധ്യതയുണ്ട്. കാരണം യൂനസ് എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. യൂനസ് എന്ന് പറയുന്നത് ഈ നേരത്തെ ഇരുന്ന ബൈഡൻ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സ് അല്ലേ, ബൈഡൻ ഡെമോക്രാറ്റ്സിൻ്റെ ഒരു പ്രത്യേക താല്പര്യമുള്ള ആളാണ്. മാത്രമല്ല ഇദ്ദേഹത്തെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസിലുള്ള ഈ അല്ലെങ്കിൽ രാജ്യങ്ങളുടെയൊക്കെ നേതാക്കന്മാരുമായിട്ടൊക്കെ ദീർഘമായ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന് വലിയ പരിഗണന കൊടുക്കുന്നുണ്ടാണല്ലോ സമാധാനത്തിനുള്ള നോബൽ സമ്മാനമോ കൊടുത്ത് ഇരുന്നത്. ഈ മനുഷ്യന് ഇത്രയും ബന്ധം ബംഗ്ലാദേശിന് വെളിയിലുള്ളപ്പോൾ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വിവിധമായ കേസുകൾ കൊണ്ട് ആ രാജ്യത്ത് കയറാൻ പറ്റാത്ത ഒരാളായിട്ട് മാറിയിരുന്നു. അപ്പോൾ ഈ ബംഗ്ലാദേശിലേക്കുള്ള കടന്നുകയറ്റത്തിന് ഒരുപക്ഷേ ഈ ഡീപ് സ്റ്റേറ്റും അമേരിക്കയും വളരെ ദീർഘമായിട്ട് അല്ലെങ്കിൽ വളരെ കാലയെ കൂട്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഹസീന ആയതുകൊണ്ട് ഹസീന അതിനെ അനുവദിക്കാതെ വരികയും, ഹസീന പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിൻ്റെ ഭാഗം നമ്മുടെ ചില സംസ്ഥാനങ്ങളും ഒക്കെ കൂട്ടി ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അല്ലെങ്കിൽ എൻ്റെ എതിർപ്പ് പ്രകടമായിരുന്നു. അത് സാധിക്കാതെ വരുന്നു. ഇപ്പോൾ സെൻറ്റ് മാർട്ടിൻസ് ദ്വീപിൻ്റെ ബേസ് ചോദിക്കുന്ന വിഷയം വരുന്നു. അത് അമേരിക്കയ്ക്ക് അതിനകത്ത് താല്പര്യത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും. ഇതൊക്കെയാണ് എൻ്റെ അട്ടിമറിക്ക് പിറകിൽ പ്രവർത്തിച്ചതെന്ന് അന്ന് അവർ അതിനുശേഷം ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുകയുണ്ടായി. ഈ പറയുന്ന ഹസീന ട്രംപുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഈ ട്രംപ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഹസീനയായിട്ട് വിളിച്ച് സംസാരിക്കുന്നു. ഹസീനയെ വിളിച്ച് അന്നേരവും ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ സംബോധന ചെയ്താൽ ട്രംപ് വിളിക്കുന്നതെന്നാണെന്ന് വാർത്തകളിലൊക്കെ നിറഞ്ഞത്. ഇപ്പം ട്രംപ് വന്നപ്പോൾ യൂനസ് എന്ന് പറയുന്ന ആൾ വളരെ കാലം മുമ്പേ ബിൽ ക്ലിൻ്റൺ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷനുണ്ട്. ആ ഫൗണ്ടേഷന് 2016 അല്ലാതെ ഈ ഹിലാരി ക്ലിൻ്റൺ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സമയം 2016 തോന്നുന്നു, $3 ലക്ഷം സംഭാവന കൊടുത്തു. അന്ന് ആ സംഭാവനയ്ക്കെതിരെ ട്രംപ് അന്നേ പ്രതികരിച്ചതാണ്. സംഭാവനയ്ക്കെതിരെ പ്രതികരിച്ചപ്പോൾ ഈ ട്രംപിനെ കളിയാക്കി, അല്ലെങ്കിൽ അമേരിക്കയുടെ വിനാശം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വിനാശം ഉണ്ടാക്കുന്ന, പുരോഗതി ഉണ്ടാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ആളാണ് ട്രംപ്. അദ്ദേഹം അധികാരത്തിൽ വരുന്നത് അമേരിക്കയുടെ നാശത്തിന് വേണ്ടിയാണെന്ന് പ്രസ്താവന ഇറക്കി. ഇത് വളരെ കാലേ കൂട്ടി യൂനസ് ഈ പറയുന്ന ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ ഈ ട്രംപിനെതിരെ നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്നു. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്ന ആളായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയത്. നമ്മൾ നേരത്തെ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയാൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പണി എന്താണെന്നുള്ള കാര്യം നമ്മൾക്കറിയാമല്ലോ. ലോകത്തെ ഏറ്റവും സമാധാനക്കേട് ഒരു രാജ്യത്തുണ്ടാക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന ആളായിട്ട് അതിൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ആ അട്ടിമറി നടത്തിയതിന് ശേഷം അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഈ ഡീപ് സ്റ്റേറ്റിനും ഈ ബൈഡൻ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സിനും ഒക്കെ താല്പര്യമുള്ള ആളെയാണല്ലോ അവിടെ കൊണ്ടുവന്ന് ബംഗ്ലാദേശിൻ്റെ നേതൃത്വത്തിൽ വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന ബിൽ ക്ലിൻ്റൺ ഫൗണ്ടേഷൻ്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഫണ്ട് ഇയാൾക്കെന്തോ ബാങ്കിങ് മേഖല അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബാങ്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ മൈക്രോ ഫൈനാൻസ് പോലുള്ള അവിടുന്ന് കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ ബംഗ്ലാദേശിൽ വിതരണം ചെയ്ത് ബംഗ്ലാദേശിൽ നിന്നത് അല്ലെങ്കിൽ പലിശയ്ക്ക് കൊടുത്ത് ഈ പൈസ തിരിച്ച് ബിൽ ക്ലിൻ്റൺ ഫൗണ്ടേഷനിലേക്ക് എത്തിക്കുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അനധികൃതമാണ്, അല്ലെങ്കിൽ ടാക്സ് വെട്ടിക്കുന്ന സംവിധാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ഇലക്ഷൻ സമയത്ത് തന്നെ ട്രംപ് വളരെ കൂടുതൽ ആരോപണം വെച്ചിട്ടുണ്ട്. ഈ 2016 അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷന് പണം കണ്ടെത്തിയതിന് ശേഷം മോണിക്ക യൂനസ് എന്ന് പറയുന്ന യൂനസിൻ്റെ മകൾ സ്ഥിരമായിട്ട് അമേരിക്കയിൽ താമസമാക്കുകയും അമേരിക്കയുടെ ഈ ബൈഡൻ്റെ ഭരണകൂടത്തെ കൃത്യമായിട്ട് സ്വാധീനിക്കുകയും ആ സ്വാധീനം ഉപയോഗിച്ച് വളരെ കൂടുതൽ ദശലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ അവിടെ നിന്ന് തരപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ ആരോപണമുണ്ട്. ഈ ആരോപണത്തിൻ്റെ തെളിവുകളും അല്ലെങ്കിൽ ഈ ആരോപണം ശരിയാണെന്ന് കണ്ട് അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പം നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടിന് സാധ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബിൽ ക്ലിൻ്റൻ്റെ സ്വാധീനം ഉപയോഗിച്ച്
ഈ ആ സ്വാധീനം ബൈഡൻ ഗവൺമെൻറ് ഉപയോഗിച്ച് അവിടെ നിന്നുകൊണ്ട് അമേരിക്കൻ ഭരണത്തെ ദുർവിനിയോഗം ചെയ്ത് കണ്ടാന സമ്പത്തുണ്ടാക്കുകയും അല്ലെങ്കിൽ ലോൺ തരപ്പെടുത്തിയെടുക്കുകയും ഈ തരത്തിൽ യൂനസിൻ്റെ മകളും അമേരിക്കയെ ചൂഷണം ചെയ്യുകയും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുള്ള രീതിയിലേക്കുള്ള ആരോപണവും അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ആരോപണം ഇദ്ദേഹം നേതൃത്വത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. 2016 തൊട്ടുണ്ട്. അപ്പോൾ ഈ ആരോപണം ഇപ്പം ശരിയാണെന്ന് കണ്ട് ആ ആരോപണത്തിൻ്റെ ഒരു അന്വേഷണം വരികയാണ്. ഇത്തരത്തിൽ അന്വേഷണം വരികയാണെങ്കിൽ മോണിക്ക യൂനസ് അറസ്റ്റിലാകും. അതുപോലെ തന്നെ യൂനസും അതിൻ്റെ ഭാഗമായിട്ട് വരും. അതുകൊണ്ടാണ് ഇപ്പം ഡീപ് സ്റ്റേറ്റ് ബംഗ്ലാദേശിൽ വളരെ കൂടുതലായിട്ട് കലാപം ഉണ്ടാവുകയും ആ കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്ന അല്ലെങ്കിൽ ഹസീനെ പുറത്താക്കുന്ന കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ഡീപ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നു. ഹസീനെ പുറത്താക്കി അതിനുശേഷം യൂനസ് വരുന്നു. യൂനസിൻ്റെ നേതൃത്വത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമി മറ്റവരൊക്കെ പല രീതിയിൽ ന്യൂനപക്ഷ വേട്ടയും അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പോവുകയും അവിടുത്തെ പ്രതിപക്ഷ കക്ഷി അതിന് കൂട്ടുനിൽക്കുകയും പ്രതിപക്ഷ കക്ഷിയുടെ നേതൃത്വത്തിൽ യൂനസിൻ്റെ കയ്യിലേക്ക് ഭരണം പോകുന്നത് കണ്ടപ്പോഴാണ് പ്രതിപക്ഷം വീണ്ടും അധികാരത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ അവിടുത്തെ ഖാലിദയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പാർട്ടി അവിടെ സമരം ഉണ്ടാക്കി. ഈ സമരം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഖാലിദ അവിടെ നിന്ന് ചികിത്സയ്ക്കാണെന്നും പറഞ്ഞുകൊണ്ട് ലണ്ടനിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥ. അതിന് ഖത്തറിൻ്റെ സഹായമാണ് ഉണ്ടായത്. അതായത് ഖത്തർ എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ പറ്റി ആരോപണം വരുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലോകത്തുടനീളമുള്ള ഇതുപോലുള്ള ഭീകര സംഘടനകൾക്ക് അല്ലെങ്കിൽ തീവ്ര സംഘടനകൾക്ക് ഫണ്ട് കൊടുക്കുന്ന ഖത്തറാണെന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ ഇവിടെയും ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നടത്തിയിരുന്ന സമരങ്ങൾക്ക് കൂട്ടുനിന്ന ആളായതുകൊണ്ടാണല്ലോ ഖത്തർ താല്പര്യമെടുത്ത് അവരെ ലണ്ടനിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമേരിക്കയുടെ ഭാഗമായിട്ട് ഇദ്ദേഹവും ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇദ്ദേഹം കലാപം അവിടെ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വയ്യാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ അവിടെ ഉരുണ്ടുകൂടുന്ന ഇപ്പോഴത്തെ ആഭ്യന്തര സംഘർഷം ഒരുപക്ഷെ യൂനസിൻ്റെ ഭാഗമല്ലാതെ വന്നതുകൊണ്ടാവാം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വളരെ രഹസ്യമായിട്ട് യൂനസിൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ നിന്ന് മാറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 2 ആഴ്ച മുമ്പ് വന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ആ റിപ്പോർട്ടിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സിംഗപ്പൂരിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ്, ദുബായിൽ നിന്നുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റ് ആഴ്ചകൾ കൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അവിടുന്ന് പറന്നുയരണമെങ്കിൽ പോലും അദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നു. പറന്നുയരണമെങ്കിൽ പോലും ഇന്ത്യൻ ബേസിൽ കൂടെ പറന്നുയരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ പറന്ന് ഒരു പക്ഷേ അമേരിക്കയിൽ ചെല്ലാൻ പറ്റത്തില്ല. അമേരിക്കയിലെ അവസ്ഥ ഇപ്പോൾ ഇതാണല്ലോ. അമേരിക്കയിൽ ചെന്നാൽ അല്ലെങ്കിൽ കാനഡയിൽ ചെന്നാൽ ഈ ലണ്ടനിലോട്ടും പോകാൻ കാനഡയിൽ ചെന്നാലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ട്രംപിനും അല്ലെങ്കിൽ മറ്റൊരു ഫ്രാൻസിലാണെങ്കിൽ അമേരിക്കയുടെ സഖ്യരാജ്യം അല്ലെങ്കിൽ അമേരിക്കയോട് താല്പര്യമുള്ള രാജ്യമാണെങ്കിൽ പോലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഫ്രാൻസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയും അല്ലെങ്കിൽ സൈനിക ശക്തിയിൽ ഈ യൂറോപ്യൻ കൺട്രീസിൽ ഫ്രാൻസിന് ചില മേൽക്കുകയും വേണ്ട. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ സമയത്ത് ഫ്രാൻസിൻ്റെ ഭരണാധികാരിയെ ട്രംപ് വിളിച്ചിട്ടുമില്ല. കാരണം ഇടതുപക്ഷ ഈ പറയുന്ന ഡെമോക്രാറ്റ്സിൻ്റെ അതേ ചിന്താഗതിയുള്ള ഭരണ സംവിധാനത്തിലിരിക്കുന്ന ഭരണാധികാരിയാണ് ഇവിടെ. അവിടുന്ന് അദ്ദേഹം വിളിച്ചത് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെയാണ്. അപ്പോൾ പലയിടത്തും സഖ്യരാജ്യങ്ങളാണെങ്കിൽ പോലും ട്രംപ് അദ്ദേഹത്തിൻ്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിളിക്കുന്ന ആളിനെ പോലും കൃത്യമായിട്ട് തീരുമാനിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ട് വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പല സഖ്യരാജ്യങ്ങളും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ഒക്കെ വരുമ്പോഴും അവിടെ ചില രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കപ്പുറം അവിടുത്തെ പ്രതിപക്ഷ നേതാക്കളെ വിളിച്ചിരിക്കുന്നത്. അതാണ് ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വലതുപക്ഷ സമീപനത്തോട് താല്പര്യമില്ലാത്ത ഭരണമുള്ള രാജ്യങ്ങൾ സഖ്യരാജ്യമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലെ പോലും ഭരണാധികാരികളെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫ്രാൻസിലെ ഭരണാധികാരിയെ ഇദ്ദേഹം വിളിച്ചിട്ടില്ല. അതിന് പകരം അവിടുന്ന് പ്രതിപക്ഷ നേതാവിനെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള ഏറ്റവും വേണ്ടപ്പെട്ട അമേരിക്കയിലേക്ക് ഒരുപക്ഷെ യൂനസ് ബംഗ്ലാദേശിൽ നിന്ന് പോകേണ്ടി വന്നാൽ പോകാതെ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യം ഫ്രാൻസാണ്. കാരണം ആ ഫ്രാൻസിൽ ചെന്നാൽ മാത്രമേ ഇദ്ദേഹത്തിന് ജയിലിൽ കിടക്കാതെ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളൂ. അതായത് ഭരണത്തിൽ പ്രൊട്ടക്ഷൻ കിട്ടും. അവിടുത്തെ ഭരണാധികാരി അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്കപ്പുറം ഫ്രാൻസിന് സ്വന്തമായിട്ട് ചില തീരുമാനങ്ങൾ, ഫ്രാൻസിൻ്റെ സൈനിക ശക്തിയൊക്കെ അമേരിക്കയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു സൈന്യ ശക്തിയൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. ബാക്കി നമ്മൾ ഈ നോക്കുമ്പോൾ ബാക്കി പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഈ പറഞ്ഞതുപോലെ ഒക്കെ ഈ അമേരിക്ക സഹായം ചെയ്ത് നിൽക്കുന്ന സൈന്യശക്തിയൊക്കെ ഉള്ളൂ. അമേരിക്ക അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് സ്വന്തമായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ വേറെ രാജ്യം ആക്രമിച്ചാൽ അതിനെ ചെറുത്ത് നിൽക്കാനോ ഒക്കെ ഉള്ള കരുത്തൊക്കെ കുറവാണ്. അപ്പം ഈ അറേബ്യൻ രാജ്യങ്ങളുടെയൊക്കെ പല രാജ്യങ്ങളിലും അമേരിക്ക ബേസിട്ടേക്കുന്നതും അതിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെയൊക്കെ കാര്യം ഇതാണ്. അതുപോലെ തന്നെ ഉള്ള പ്രശ്നമുണ്ട്. അത് ഫ്രാൻസിൽ നിന്ന് വ്യത്യസ്തമാണ്. മാത്രമല്ല ട്രംപിൻ്റെ താല്പര്യങ്ങൾ അതേപടി അനുസരിക്കാൻ
താല്പര്യമില്ലാത്ത ഒരു ഭരണാധികാരിയാണല്ലോ അവിടെ ഉള്ളതെന്നാണല്ലോ ഇപ്പം ട്രംപിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും പേഴ്സണലി വിളിക്കാത്ത മനസ്സിലാകും. അപ്പം ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് യൂനസിൻ്റെ ഭാവി തുലാസിലാണ്, ഒപ്പം തൻ്റെ മകളുടെ ഭാവിയും തുലാസിലാണ്. ഇത് ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ അമേരിക്കയുടെ സമ്പത്തിനെ അല്ലെങ്കിൽ അനധികൃത സമ്പത്ത് ഈ ക്ലിൻ്റൺ ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്ലിൻ്റൺ ഫൗണ്ടേഷൻ കൊടുത്തതിൻ്റെ കണക്ക് കൊടുത്ത പണം ഇവിടുന്ന്, അതിനുശേഷം ക്ലിൻ്റൺ ഫൗണ്ടേഷൻ്റെ കോടാനുകോടി രൂപ ബാങ്കിങ് മേഖലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ബാങ്ക് ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ കൊടുത്ത് അവിടെ നിന്ന് പിരിച്ച് അതിൻ്റെ ലാഭം അവിടെ കൊണ്ടുവരുന്നതിനകത്ത് അമേരിക്കയ്ക്ക് ടാക്സ് വെട്ടിക്കുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ക്രമക്കേട് അവിടുത്തെ ക്ലിൻ്റൺ ഫൗണ്ടേഷനുമായിട്ട് കൂട്ടുനിന്ന് യൂനസ് നടത്തുന്നതായിട്ട് ട്രംപ് ആരോപിക്കുന്നു. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം അതിന് കൃത്യമായ അന്വേഷണം വരുന്നു. ഇതിനു വേണ്ടി ഈ ഫൗണ്ടേഷന് ഫണ്ട് കൊടുത്ത അന്ന് തൊട്ട് അമേരിക്കയിൽ താമസമാക്കി ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ ദുർവിനിയോഗം ചെയ്ത് കോടാനുകോടി രൂപയുടെ ലോൺ തരപ്പെടുത്തുകയും ഭരണ സ്വാധീനം ഉപയോഗിച്ച് പല രീതിയിലുള്ള സമ്പത്തുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുള്ള ഒരു ആരോപണമുണ്ട്. ഒരു പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയതുപോലെ ട്രംപിൻ്റെ കൃത്യമായ ശത്രു വളരെ ദീർഘമായിട്ടുള്ള ആളാണ് യൂനസിനെതിരെയുള്ള ക്രമക്കേട് അന്വേഷിക്കാൻ. ആ ക്രമക്കേട് കണ്ടെത്തിയാൽ യൂനസിൻ്റെ മകളും വളരെ താമസിയാതെ അഴിക്കുള്ളിൽ ആകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ അരക്ഷിതാവസ്ഥ തുടരും എന്നർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.